ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു SRDK വ്ളോഗ്സ്. ഇന്ന് നമ്മള് കുരിശുമലയിലോട്ട് പോവാണ് അല്ലടാ. അപ്പോൾ നമുക്ക് കുരിശുമലയിലെ കാഴ്ചകളൊക്കെ കാണാം. മല കയറാൻ ശനിയാഴ്ചയാണ് പോണേ. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് കുരിശുമലയിൽ അല്ലടാ. ശരി, നമുക്ക് ബാക്കി കുരിശുമലയിൽ പോയിട്ട് കാണാം. ബൈ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും ആറാട്ടുകുഴി ജംഗ്ഷനിലെത്തി. ആറാട്ടുകുഴി തൊട്ട് കുരിശുമല വരെ ഇതുപോലെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് കുരിശുമല ഞങ്ങളവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററിനകത്തൊക്കെ വരുമായിരിക്കും. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുരിശുമലയിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നത് നന്നായിട്ട് വ്യക്തമായിട്ട് കാണാം. പോകുന്ന വഴിയാണ് എൻ്റെ മോൻ്റെ സ്കൂള്. ഇതാണ് നമ്മുടെ കൂതാളി ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് കുരിശുമലയുടെ എൻട്രൻസ് വരുന്നത്. പോകുന്ന വഴിക്കൊക്കെ നല്ല വ്യക്തമായിട്ട് നമുക്ക് ലൈറ്റൊക്കെ കണ്ട് പോകാം. ഭയങ്കര തിരക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇവിടെയൊന്നും തിരക്കില്ല. കുരിശുമല കയറ്റത്തിൻ്റെ അവിടെ തന്നെ ബസ് സ്റ്റാൻഡുണ്ട്. കുരിശുമല ഉത്സവം തീർത്ഥാടനം തുടങ്ങുന്ന സമയത്തായിരിക്കും നമുക്ക് ബസ്സൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോഴായിരിക്കും ബസ് ഓട്ടം ഉള്ളത്. അല്ലാത്ത സമയത്ത് ആ റൂട്ട് ബസ്സുണ്ട്, ബസ് സ്റ്റാൻഡ് ബസ് ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പാർക്കിംഗ് ഫീസ് 20 രൂപയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് ആദ്യം കണ്ടത് പെറ്റ് ഷോ ആയിരുന്നു. അവിടെ ഒരു ലാബർ ഡോഗിനെ കണ്ണാടിയൊക്കെ വെച്ച് പുള്ളിക്കാരൻ അവിടെ ഇരുത്തിക്കായിരുന്നു ആൾക്കാരെ വെൽക്കം ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുള്ള് നടന്നു. അവിടെ ഫുള്ള് കടയാണ്, ഇഷ്ടം പോലെ കട. നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാം. അത്രയും വില കുറവിൽ സാധനങ്ങൾ കിട്ടും. 100 രൂപയ്ക്കൊക്കെ ടോയ്സൊക്കെ കിട്ടും. ഞങ്ങളത് ലക്ഷ്യമാക്കിയാണ് പോയത്. കാരണം നമുക്കൊന്നും വാങ്ങാനില്ല, പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിക്കണം. പിന്നെ കുരിശടിയിൽ പോകണം, ഒന്ന് മാതാവിനെ വഴുതിരി വെച്ച് പ്രാർത്ഥിക്കണം, പിന്നെ തിരിച്ചു വരണം. അത്രേ ഉള്ളൂ. നമ്മൾ പിള്ളേരെ കൊണ്ട് മലയൊന്നും കയറാൻ പോകത്തില്ല. കാരണം പാടാണ് മല കയറണം എന്ന് പറഞ്ഞാൽ. അപ്പം ശനിയാഴ്ച പോകാനാണ് ഇരിക്കുന്നത് മല കയറാൻ. അത് കാണുന്നത് കുരിശുമല ലൈറ്റ് ഇട്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ കുരിശടിയിലോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പോണ വഴിക്ക് പെറ്റ് ഷോ, ഒരു 2 പെറ്റ് ഷോ എങ്ങാണ്ടോ ഞങ്ങൾ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുള്ള് ഫുഡിൻ്റെതും ബാഗ്, ചെരുപ്പ്, ടോയ്സ്, ഒരുപാട് സാധനങ്ങൾ വെക്കുന്ന കടയാണ് 2 സൈഡ് നിറഞ്ഞിരിക്കുന്നത്. പിന്നെ ചൂടുമുട്ടായി വാങ്ങുന്നവർക്ക് ചൂടുമുട്ടായി വാങ്ങിക്കാം. എന്ത് സാധനം വേണമെങ്കിലും അവൈലബിളാണ് അവിടെ ഈ സമയത്ത്. ഇത് കഴിഞ്ഞ് ഇനി പെസഹ വ്യാഴത്തിനൊരു 10 ദിവസം കണ്ടോ വീണ്ടും ഓപ്പണിംഗ് ആയിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് വലിയ കടകളും കാര്യങ്ങളൊന്നും കാണൂല. അപ്പോൾ ഈ മല കയറാൻ വരുന്ന ഒരുവിധം ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ എന്താ പറയുക, അപ്പോഴിത്രയും കടകളൊന്നും ഉണ്ടാവില്ല. ഇത് വന്നിട്ട് നമ്മുടെ കുരിശുമലയുടെ താഴെയുള്ളൊരു കുരിശടിയാണ്. അത് ഇച്ചിരി പൊക്കത്തിലാണ് കുരിശടി ഇരിക്കുന്നത്. ഞങ്ങൾ അവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കുന്നത്. പിന്നെ ഇത് കുരിശുമല മല കയറുന്നതിൻ്റെ അവിടുത്തെ ഒരു ചെറിയ മാതാവിൻ്റെ യേശുക്രിസ്തുവിൻ്റെയും കുരിശടിയാണ്. അവിടെ ഒരുപാട് അമ്മമാർ മെഴുകുതിരിയൊക്കെ വിൽക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങി മെഴുകുതിരിയൊക്കെ വാങ്ങി കത്തിക്കുക. അവരെ ഒരു ചെറിയ രീതിയിലുള്ള അവർക്കൊരു ഹെൽപ്പ് കൂടിയാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ കുരിശടിയിൽ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ച് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് തിരിച്ച് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ കടകളിൽ കയറുന്നത്. അപ്പോൾ ആദ്യം കണ്ട കടകളിൽ മൊത്തം 200 രൂപ, 150, 300 രൂപയ്ക്കകത്തുള്ള തുണികൾ വാങ്ങാൻ കിട്ടുന്നൊരു കടയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു അയൽവാസിയെ കണ്ടായിരുന്നു. പുള്ളിക്കാരൻ അവിടെ ഗമയിലിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ പുള്ളിക്കാരനെ കണ്ട് സംസാരിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ പതിയെ ഇങ്ങോട്ട് നടന്നു. വരുന്ന വഴിക്ക് തന്നെ അവർക്ക് ടോയ്സ് വാങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് ടോയ്സ് കടയിലൊക്കെ കയറി ഇറങ്ങി. അതിനിടയ്ക്ക് ഒരു പുള്ളിക്കാരൻ്റെ പ്രകടനമൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. ആളെ കയറ്റാൻ വേണ്ടി അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ട് നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും. അങ്ങനെ പുള്ളിക്കാരൻ്റെ ആ ഒരു കഴിവൊക്കെ കണ്ട് നിന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഗോബി മഞ്ചൂരിയൊക്കെ വാങ്ങിച്ച്. ഗോബി മഞ്ചൂരി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലൊക്കെ ഉണ്ടാക്കും. എന്നാലും നമ്മൾ ഇതുപോലെയൊക്കെ പോകുമ്പോഴേക്കെ ആയിരിക്കും ഒരു ഇതൊക്കെ കഴിക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഞാൻ പോകുന്നത് പാനിപൂരി, ചാട്ട് മസാല, ഗോബി മഞ്ചൂരി ഇതൊക്കെ കഴിക്കാനാണ്. അല്ല ഞാൻ വേറെ ഒന്നും വാങ്ങാറില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചാട്ട് മസാല വാങ്ങി. അതത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ നോർമലി കഴിക്കുന്ന പോലെയല്ല, ഫുള്ള് ഈ എന്താ പറയുക കുക്കുംബറിൻ്റെ ഒരു ബഹളമായിരുന്നു.
ഉപ്പിട്ട കുക്കുംബർ, അല്ലാതെ അതിൽ ആറൊന്നുമില്ല. പിന്നെ കടലയും. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേർക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞ് ഒരുത്തൻ ഒരു ചിമിട്ട വണ്ടി എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എനിക്കിത് മതിയെന്നും പറഞ്ഞിട്ട്. ഇവിടെ ഏതെടുത്താലും 100 രൂപയാണ് കേട്ടോ. ഇവിടെ നിന്നല്ല, ഒട്ടുമിക്ക കടകളിലും ഏതെടുത്താലും 100 രൂപയാണ്. അങ്ങനെ അവനൊരു വണ്ടി വേണമെന്ന് പറഞ്ഞാൽ അവൻ വണ്ടി എടുത്ത് നടന്നു കുറേ നേരം. അത് വരാൻ നേരം ആയപ്പോഴത്തേക്കും അവൻ്റെ മനസ്സ് മാറി. അവൻ അതവിടെ വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചത് ഈ സോക്കാണ്. ഭയങ്കര കാക്കശല്യം അല്ലേ. അത് കഴിഞ്ഞ് ഞാൻ ചെരുപ്പ് കടയിൽ കയറി. എനിക്കൊരു ഇഷ്ടപ്പെട്ട ചെരുപ്പൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി ശനിയാഴ്ച മല കയറാൻ പോകുമ്പോൾ എങ്ങാനും വാങ്ങാമെന്നുള്ളതിൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ താഴോട്ട് ഇറങ്ങി. വീണ്ടും പെറ്റ് ഷോ അവിടെ എത്തിയപ്പോഴത്തേക്കും പെറ്റ് ഷോ കാണാൻ വേണ്ടി ഒരാൾക്ക് 30-40 രൂപയാണ് ടിക്കറ്റ്. അത് കാണാൻ താല്പര്യപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഫുള്ള് കോടയായിരുന്നു.